പള്ളിയിലും ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴല്ല കേട്ടോ, പണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ നക്ഷത്രം ഇടൂല. നക്ഷത്രം ഇടാത്തതിന്റെ കാരണം പറയണത് വീട്ടിൽ ആരാണ്ടൊക്കെ മരിച്ചു എന്നാണ്. അങ്ങനെയുണ്ട്. വീട്ടിൽ ആരെങ്കിലും മരിച്ച ആ കൊല്ലം ക്രിസ്മസിന് നക്ഷത്രം ഇടില്ല. ഇതെല്ലാവരും കേൾക്കണ കാരണമാണ് ഞാനിത് ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ കൃത്യമായിട്ട് പറയണത്. ആരെങ്കിലും മരിച്ച്, അതല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിൽ പോയി, ആർക്കെങ്കിലും രോഗം വന്നു, ചെറിയ തകർച്ച കുടുംബത്തിലുണ്ടായി, ഞാൻ കണ്ടിട്ടുണ്ട് ആ കൊല്ലം വീട്ടിൽ നക്ഷത്രം ഇടൂല. അവിടെ ദുഃഖാചരണം എന്നാ പറയണേ. ദുഃഖാചരണം. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് വല്ല മരണം സംഭവിച്ച ഒരു പരിപാടി ഉണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ കാണും. എന്നെ ഉപദ്രവിക്കരുത് കേട്ടോ. തൃശ്ശൂർക്കാർക്ക് ഒരു പരിപാടി ഉണ്ട്. എന്താന്നോ, ഞങ്ങളതിനെ പറയണത് വാലായിമ എന്നാണ്. വാലായിമ. അതെവിടെ നിന്ന് വന്നാവോ വാക്ക്? വാലായിമ. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ കൊല്ലം വീട്ടിൽ കോഴിക്കറി വയ്ക്കാൻ പാടില്ല, പോത്തിറച്ചി വയ്ക്കാൻ പാടില്ല, പോർക്കിറച്ചി ഉണ്ടാക്കാൻ പാടില്ല, നക്ഷത്രം ഇടാൻ പാടില്ല, കോഴിക്കട്ട പിടിക്കാൻ പാടില്ല, ഒന്നും പാടില്ല എന്നാ പറയണേ. പക്ഷെ ആരുണ്ടാക്കിക്കൊണ്ട് വന്നാലും വയറിറച്ച് തിന്നും. കഴിക്കാണ്ടിരിക്കില്ലട്ടാ. കഴിക്കലൊക്കെ ഒരു മുറവലടുത്ത്. വാലായ്മ പലഹാരം എന്ന് അതിനെ പറയണേ. പെരുന്നാളൊക്കെ ആവുമ്പോഴേക്ക് എന്തൊരു സുഖാന്നറിയോ, എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവരും. ഈ എലി പത്താഴത്തിൽ കയറിയ പോലെയാ. ഒരു മുറിയിലൊക്കെ കൂട്ടിയിടും, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിന്നോണ്ടിരിക്കും. ബാലൻസ് വന്നാലും വന്നില്ലെങ്കിലും അയലക്കാർക്ക് കൊടുക്കും. അതന്നെ ചില അയലക്കാർ ഇങ്ങനെ നോക്കിയിരിക്കും, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ പോകുന്നുണ്ടോ. വാലായ്മ വരണല്ലേ, വാലായ്മ പലഹാരം എന്ന് പറയണേ. ഇത് എവിടെ നിന്നാണാവോ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായി വന്നത്? എനിക്കറിയാൻ പാടില്ല. ആ കൊല്ലം ഒരു ആഘോഷവും പാടില്ലെന്ന് പറയണേ. ഒരു ആഘോഷവും പാടില്ല. ക്രിസ്മസിന് അത് കാരണം നക്ഷത്രം ഇടില്ല. ഈ അടുത്ത കാലത്ത് ഏതോ മതത്തിൽ പെട്ടവരൊക്കെ പറഞ്ഞെന്നാ പറയണേ, ക്രിസ്ത്യാനിയുടെയാണ് നക്ഷത്രം, അത് മറ്റു ജാതിക്കാരുടെ വീടിന്റെ ഉമ്മറത്ത് തൂക്കാൻ പാടില്ല. അവനെവിടെ നിന്ന് കിട്ടിയ ആ വെളിപാടൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ആകാശത്ത് എന്തോരം നക്ഷത്രങ്ങൾ. ഇത് മൊത്തം ക്രിസ്ത്യാനിയുടെ ആയ കഥ എന്താണ്? ഭയങ്കര അല്ലേ ലോകം? വല്ലാത്ത ലോകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. പ്രിയപ്പെട്ടവര്, നക്ഷത്രം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഞാൻ സാധാരണ ധ്യാനിപ്പിക്കാൻ പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. പക്ഷെ ഇത് പറയാൻ എനിക്ക് പേടിയാ. ആരൊക്കെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് അറിഞ്ഞൂടല്ലോ. കാലനില്ലാത്ത കാലമാണ്. എന്നാലും ഞാൻ പറയാം, കിട്ടിയാ കിട്ടി, പോയാ പോയി. ഒരു കൊല്ലം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ നക്ഷത്രം ഇല്ല. എൻ്റെ വീട്ടിൽ നക്ഷത്രം ഇല്ല. ചെന്നപ്പോ തന്നെ അപ്പനോട് ചോദിച്ചു, അപ്പൻ നക്ഷത്രം ഇല്ലല്ല. അപ്പൊ എൻ്റെ അപ്പം പറഞ്ഞു, നക്ഷത്രം ഇടാൻ പാടുണ്ടോ? പാവപ്പൻ. അപ്പനൊരു പാവ മനുഷ്യനാ. അപ്പന് ഞങ്ങളുടെ ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പറഞ്ഞു, എടാ ഈ കൊല്ലം നക്ഷത്രം ഇടാൻ പറ്റുമോ? എന്തേ? അമ്മമ്മ മരിച്ചേക്കല്ലേ, അമ്മമ്മ മരിച്ചേക്കല്ലേ. അപ്പൊ എങ്ങനെയാ നക്ഷത്രം ഇടണത്? സത്യം പറഞ്ഞ് എനിക്ക് സങ്കടമായി. സ്വഭാവം മോശമാണ്, എപ്പോഴും അത്ര നല്ലതല്ല. ഞാൻ അപ്പനോട് അന്ന് പറഞ്ഞു, അപ്പ പറഞ്ഞില്ല കേട്ടില്ലെന്ന് അപ്പം പറയരുത്. അപ്പം മരിക്കണ കൊല്ലം നമ്മുടെ വീടിന്റെ അകത്തും പുറത്തും നിറച്ച് നക്ഷത്രമായിരിക്കും. ഞാൻ ഈവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിക്കും. മാക്സിമം ഇട്ടോളാൻ പറയും, മാക്സിമം ഇട്ടോളാൻ പറയും. ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി ഇത് പറയണത്. ക്രിസ്മസിന് നക്ഷത്രം ഇടാത്തവര് ശ്രദ്ധിക്കണം. എന്ത് സംഭവിച്ചാലും ശരി പ്രിയപ്പെട്ടവരെ, നക്ഷത്രം വീടിന്റെ ഉമ്മറത്ത് വേണം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരുള്ള വീട്ടിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കണാണ്, ചെയ്സറൊക്കെ വെച്ച്. ഓട്ടം തന്നെ ഓട്ടാണ്. അമ്മാതിരി വൃത്തിയോടിനൊന്നും പോകണ്ടട്ടാ, അതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ നിന്റെ വീടിന്റെ മുമ്പില് ഒരു നക്ഷത്ര വിളക്ക് തെളിയണം. കാരണം എന്താന്നോ, ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞതാ, അപ്പം മരിക്കും, എൻ്റെ അമ്മ മരിക്കും, ഞാൻ മരിക്കും, നമ്മളൊക്കെ മരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദൈവം മരിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദൈവം മരിക്കാൻ പാടില്ല. നമ്മളൊക്കെ മരിക്കാനുള്ളതാ. കോഴിയിറച്ചി തിന്നണോ, പോർക്കിറച്ചി തിന്നണോ, പോത്തിറച്ചി കഴിക്കണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എൻ്റെ വീടിന്റെ ഉമ്മറത്ത് ഒരു നക്ഷത്ര വിളക്ക് തെളിയണം. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് സർവ്വ ലോകത്തോടും ഞാൻ വിളിച്ചു പറയണതിന്റെ അടയാളമാണ് എൻ്റെ വീടിന്റെ ഉമ്മറത്ത് ഞാൻ തെളിച്ചു വെക്കുന്ന നക്ഷത്രം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂജരാജാക്കളോട് മാലാഖ എന്താ പറഞ്ഞത്? നക്ഷത്രം കണ്ട പിന്നാലെ പൊയ്ക്കോ. എവിടേക്കെങ്കിലും. നക്ഷത്രം എവിടെ ചെന്ന് നിൽക്കണോ
അവിടെ നിങ്ങൾ അന്വേഷിക്കണ ദൈവമുണ്ടെന്ന്. എവിടേക്ക് പോയാലും കൊള്ളാം, നക്ഷത്രം പോണ വഴിക്ക് അങ്ങ് പോയേച്ചാൽ മതി. നക്ഷത്രം എവിടെ ചെന്ന് നിൽക്കണോ അതിനുള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവമുണ്ട്. രാജാക്കന്മാര് പിന്തുടർന്ന നക്ഷത്രം ബത്ലഹമിലെ കാലിത്തൊഴുത്തിന്റെ മുകളിൽ ചെന്ന് നിന്ന് അകത്ത് കയറി അവർ കൊച്ചിനെ അമ്മയുടെ മടി കണ്ടുന്ന സുവിശേഷകൻ എഴുതി വെക്കണത്. പ്രിയപ്പെട്ടവരെ, വഴിക്കോടെ പോണോരോടൊക്കെ നമ്മൾ വിളിച്ചു പറയുക, കർത്താവിനെ കാണണോ? എൻ്റെ വീട്ടിലേക്ക് വാ, ഇതിനകത്തുണ്ടെന്ന്. കർത്താവിനെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിൽ വരാൻ, എൻ്റെ വീട്ടിൽ തമ്പുരാനുണ്ടെന്ന്. അപ്പം മരിച്ചാലും അമ്മ മരിച്ചാലും എന്തെല്ലാം ദുരിത പർവ്വങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാലും മരണമില്ലാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് സർവ്വലോകത്തോടും ഞാൻ വിളിച്ചു പറയണതിൻ്റെ അടയാളമാണ് എൻ്റെ ക്രിസ്മസിന് ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് തെളിച്ചു വെക്കുന്ന നക്ഷത്രം. അതുകൊണ്ട് നക്ഷത്രം തെളിക്കാണ്ടിരിക്കരുത്. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എൻ്റെ ഇടവകയിലൊക്കെ ഞാൻ പറയും, നക്ഷത്രം ഇടാത്ത വീട്ടിൽ വികാരിച്ചം വന്ന് നക്ഷത്രം ഇടും. കാരണം അത് ക്രിസ്ത്യാനിയുടെ അല്ല, എല്ലാ മനുഷ്യന്റെയും, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ, ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ക്രിസ്മസ് നക്ഷത്രം. പ്രിയപ്പെട്ടവരെ, ഈ നക്ഷത്രം വലിയ പ്രത്യാശയിലേക്ക്, വലിയ പ്രതീക്ഷയിലേക്കാണ് നമ്മളെ കൊണ്ടുപോണത്. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. അവൻ ഒരിക്കലും എന്നെ തള്ളിക്കളയാത്ത ദൈവമാണ്. അവൻ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാത്ത കർത്താവാണ്. ഈ ഒരു ഉറച്ച ബോധ്യത്തോടെ വേണം കർത്താവിൻ്റെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീടിന്റെ ഉമ്മറത്ത് മാത്രമല്ലട്ടാ, നമ്മുടെ ചങ്കില് വേണം അങ്ങനെ ഒരു നക്ഷത്രം. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ദൈവസാന്നിധ്യ അവബോധത്തിന്റെ സുന്ദരമായൊരു നക്ഷത്രം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വേണം. തമ്പുരാന്റെ പിറവി അനുഭവമാവണത് അങ്ങനെയാണ്. തമ്പുരാന്റെ പിറവി എന്തെല്ലാം പ്രശ്ന പ്രയാസങ്ങളിലൂടെയാ നമ്മൾ കടന്നു പോണത്. എന്തുമാത്രം ദുഃഖ ദുരിതങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഞാൻ പറയുന്നത് ഭൗതികമായ സംഗതികൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മാനുഷികമായ ബലഹീനതകള്, മാനുഷികമായ പോരായ്മകള് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഭൗതികമായ കഷ്ടനഷ്ടങ്ങളെക്കാളുമൊക്കെ വല്ലാണ്ട് ഭീകരമാണ് ആത്മീയമായ വരൾച്ചകള്, ആത്മീയമായ അസ്വസ്ഥ